പാമ്പിനെ കണ്ടു. നമ്മളങ്ങോട്ടാ പോന്നു. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ ദുബായിൽ സിറ്റിയിൽ നിന്ന് ഏറ്റവും അടുത്തായിട്ടുള്ള മുഷി പാർക്കിലുള്ള ഹൈക്കിംഗ് ട്രയലിലാണ്. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് കോച്ച് രൂപേഷ്, എൻ്റെ ഫ്രണ്ട് അജിത്. ഈ ട്രക്കിംഗ് സ്പോട്ടിൻ്റെ പ്രത്യേകത ദുബായിൽ നിന്ന് ഒരു 10-15 മിനിറ്റ് ഡിസ്റ്റൻസിലേക്ക് നമുക്ക് കിട്ടുന്ന ഒരു ട്രക്കിംഗ് സ്പോട്ടാണ്. ഈസി ആയിട്ട് എല്ലാവർക്കും എത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. നമുക്ക് സാധാരണ ട്രക്കിങ്ങിന് പോകണമെങ്കിൽ റാസഗൈമ, ഫുജറ ഒരു 1 hour 1.5 hour ഒക്കെ ഡ്രൈവ് ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഈസി ആയിട്ട് പോയിട്ട് വരാൻ പറ്റുന്ന ഒരു ട്രക്കിംഗ് സ്പോട്ടാണ്. ദുബായിൽ ഇത്രയും ഈസി ആയിട്ട് പോയിട്ട് വരാൻ പറ്റുന്ന വേറെ ട്രക്കിംഗ് സ്പോട്ടില്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ ട്രക്കിംഗ് വിശേഷങ്ങൾ കാണാം. അപ്പോൾ നമുക്ക് ചായ കുടിച്ചിട്ട് തുടങ്ങാം അല്ലേ? ഓക്കെ. ഗുഡ് മോർണിംഗ്. അജിയുടെ പേര് ഇരിക്കും. മെല്ലെ സ്റ്റാർട്ട് ചെയ്യാം. അവിടെ ഒന്നും ബിന്നില്ല എന്നുണ്ട്. അപ്പോൾ ഇതിലിട്ടിട്ട് പോവാം നമുക്ക് അല്ലേ? വേസ്റ്റ് ബിൻ കാണുന്നില്ല അവിടെ ഒന്നും. അപ്പോൾ ഇതിലിട്ടിട്ട് പോവാം. $5 kilometer 13.8 kilometer. ഇത് സൈക്ലിംഗ് ആണ്. നമുക്കുള്ളത് ഇതാണ്. അല്ല, ഈ സമയത്ത് നല്ല ചൂടാ പുറത്തൊക്കെ. ഇവിടെ ചൂടില്ല. കഴിഞ്ഞ 2-3 ആഴ്ച മുന്നേ വന്നില്ലേ? ഭയങ്കര തണുപ്പായിരുന്നു ആ സമയത്ത്. കോച്ച് അടിച്ചു കഴിഞ്ഞില്ല. നമ്മൾ കുറച്ചല്ലേ ഉള്ളൂ. കോച്ചിന് ഫുള്ള് പിടിച്ച് കിട്ടണ്ടേ. 6 മണിക്ക് മുന്നേ സ്റ്റാർട്ട് ചെയ്താൽ നന്നായി. നമുക്ക് കൊടുങ്കാടാ. നമ്മുടെ നാട്ടിലേക്ക് കൂടി ഫ്ലൈറ്റ് പോകുന്ന പോലെ ഇല്ലേ? തിരിച്ചു പോകണമെങ്കിൽ 350 മീറ്ററും നമുക്കിനി പോകണമെങ്കിൽ 8 kilometer ഉണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് 500 മീറ്റർ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? അതെ. മരങ്ങൾ ഉണ്ടാക്കി വളർത്തി വലുതായി ഉണങ്ങി ഒന്ന് ആലോചിക്കുക. ആ വലിപ്പമാവണമെങ്കിൽ എത്ര കാലം? അതും പറയാൻ പറ്റില്ല. പക്ഷെ അതല്ല, ഇത്രയും മരങ്ങളൊന്നും അടുത്തടുത്ത് ഇങ്ങനെ നേരിട്ട് കൊണ്ടൊന്നും പറ്റില്ല. അല്ല, ഇതുണ്ടാക്കി ഓൾമോസ്റ്റ് നമ്മൾ വരുന്നതിന് മുന്നേ പാർക്കൊക്കെ ഉണ്ടല്ലോ. ഇതൊരു 10 വർഷമൊക്കെ മതിയല്ലോ ഇങ്ങനത്തെ മരം. ഇത് നടക്കാൻ നല്ല പാടാ കേട്ടാ. ബ്രിഡ്ജ് കുറേ ഉണ്ട്. പോയോ വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവര്. ഓ, ഇതൊക്കെ പേടിക്കണം കേട്ടാ. ഹൈ 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 ഹൈ. എനിക്കൊന്ന് വെള്ളം കുറച്ച് വേണ്ടിയിട്ടുണ്ടാവും. സ്ട്രോങ് ആയിട്ട് പിടിച്ച് നിൽക്കണ്ട. കോച്ചിന് ഇങ്ങനെയുള്ളതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എടുത്ത് മാറ്റേണ്ടി വരും. യെസ്, തൊട്ടടുത്തുകൂടെ തന്നെയാണ് സൈക്കിൾ ട്രാക്കും. എങ്ങനെയാണ് എക്സ്പീരിയൻസ്? ഇപ്പോൾ നമ്മൾ എത്ര കവർ ചെയ്തു? ഓൾമോസ്റ്റ് 3 kilometer. ഈ പാർക്ക് മുഴുവൻ കാടാണല്ലോ. കോച്ചിന് പിന്നെ ഒരു ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ ഫോട്ടോ എടുക്കാം. നേരം പരവരാ വെളുത്തു. കുറച്ച് മുന്നേ ആയിരുന്നു കൂരാക്കൂരി ഇട്ടതിനെ. ഇതാ വിമാനം. ഓ കോച്ച്, ഇതിൽ വിമാനമൊന്നും കാണാനില്ലല്ലോ അജി. കാണുന്നുണ്ടല്ലേ? എന്താ ഇവിടെ നിന്നാണ് ഓപ്പൺ ആയത്? സൈക്കിളിലേക്ക് പോകുന്നതാണല്ലോ. ഇവിടെ മഴയും കൂടി കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയല്ലേ? അതാ കണ്ടാ വെച്ച് കണ്ടാ? അങ്ങനെ പാമ്പിനെ കണ്ടു. ഞാനേ ഇത് ഏതിലെ പോകുന്ന മനസ്സിലാവുന്നില്ലല്ലോ. അജി പറയുന്നുണ്ട്. അപ്പൊ അജീനെ കാണുന്നില്ല എനിക്ക്. മാതിരി കാടാ. അതെ, വീട്ടിൽ നമ്മളെ വീടിന് മുമ്പൊക്കെ
പക്ഷെ ഇത്ര മരം നല്ല സ്മെല്ലല്ലേ ഇത്? ചൂടാണ് കൂടുതൽ വേണ്ടത് അല്ലേ? നല്ല സ്മെല്ലല്ലേ ഈ പിച്ചകം പക്ഷെ ഓൾമോസ്റ്റ് ആ സ്മെല്ല ഇത് ആണല്ലേ? വാവ്. ഇത് ഫുൾ ഇങ്ങനെ വെച്ചിരുന്നല്ലേ? ഇത് താഴെയുള്ള കളർ നോക്കി, നല്ല മഞ്ഞ കളർ. ഓൾമോസ്റ്റ് നമ്മുടെ ഹൈക്കിങ് കഴിയാറായി. ഒരു 1 കിലോമീറ്റർ കൂടി ഉണ്ടാവും അല്ലേ? ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു സ്ഥലങ്ങൾ ഇട്ടിട്ടുണ്ടല്ലേ, ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. അല്ലേ? എന്താ ഫിനിഷിങ് റൗണ്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മരം പോലെ ഉണ്ട്, ഒരു കുഴപ്പമില്ല. ഓൺലി 200 മീറ്റർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അഭിപ്രായം പറയും എന്തായിരുന്നു? വെറും സൂപ്പർ എന്നാണ് പറയാം. ഓക്കെ, അങ്ങനെ ഹൈക്കിംഗ് എൻഡ് ചെയ്യുന്ന സ്ഥലമാണിത്. വാവ്, ഹൈക്കിംഗ് ട്രയൽ. നമ്മുടെ കോച്ചും അജിയും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ബോർഡൊക്കെ കാണാൻ പറ്റും വലിയ. ഇത് ഹൈക്കിങ്ങിൻ്റെ മാപ്പാണ്. ഇതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഏരിയ. ഇങ്ങനെ പോയിട്ട് ഇറങ്ങിത്തിരിഞ്ഞ് വീണ്ടും ഇതിലേക്ക് കൂടി വന്നു. തിരിച്ചു പോകുമ്പോൾ ഇവിടെ സൈൻ ചെയ്യണം. ഡിഫറെൻറ്റ് ഗ്രൂപ്പ്. രാവിലെ വരാൻ തന്നെ വിഷാദം എത്തിയിട്ടുണ്ട്.